It's my privilege to invite Mr. Manoj Kokart, our esteemed PTA President, to facilitate the function. He's a huge support of all the endeavors of our school. Sir, the stage is all yours. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനായ പ്രൊവിൻഷ്യൽ അച്ഛൻ വീർ റവറൻഡ് ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ CMI, കാർമൽ പ്രൊവിൻഷ്യൻസ് വിദ്യാഭ്യാസ കൗൺസിലർ വീർ റവറൻഡ് ഫാദർ ബിജു വെട്ടുകല്ലേൽ CMI, സ്കൂളിൻ്റെ മാനേജർ എത്രയും ബഹുമാനായ ഫാദർ ജോൺ തലച്ചിറ CMI, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനായ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡെന്നിസ് കിഴക്കൽ CMI, പ്രിയപ്പെട്ട MPTA പ്രസിഡന്റ് ശ്രീമതി ആതിര അഖിൽ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ലിനേഷ് ജോർജ്, സ്കൂൾ ഹെഡ് ബോയ് ഡാർബിൻ വിൽസൺ, ബഹുമാനരായിട്ടുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, ഈ സ്കൂളിലെ കുട്ടികളെ അയച്ച് കൃതാർത്ഥതയോടുകൂടി ഈ വർഷത്തിൻ്റെ ആനിവേഴ്സറി നോക്കിക്കാണുന്നതിനും ആഘോഷിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള രക്ഷകർത്താക്കളെ, കുട്ടികളുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് അടക്കമുള്ള ബഹുമാന്യരെ, നാട്ടിലെ നല്ലവരായിട്ടുള്ള ബഹുജനങ്ങളെ, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ഈ സ്കൂള് നമ്മളുടെ ദേശത്തിൻ്റെ ഒരു ദീപമാണ്. ഈ വിദ്യാലയം ഈ നാടിന് ഒരു ആശ്രയമാണ്. ഇത്ര കണ്ട് മനോഹരമായിട്ടുള്ള ഈ ദേശത്ത് ഞാൻ സ്റ്റേജിൻ്റെ മുൻഭാഗത്തിരിക്കുമ്പോൾ ബഹുമാനായ പ്രിൻസിപ്പള് അദ്ദേഹം ഡ്രോണിൽ പകർത്തിയ ഈ ദേശത്തിൻ്റെ വീഡിയോ ദൃശ്യം സ്ക്രീനിൽ മതിയാവോളം ആസ്വദിച്ചാണ് ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നത്. ഇത്രയധികം പച്ചപ്പും ഇത്രയധികം മനോഹരവുമായിട്ടുള്ള ഈ നാട്ടിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് CMI സഭ വളരെ കരുതലോടുകൂടി 20 വർഷം പിന്നിട്ട് വളരെ ശ്രദ്ധയാകർഷിച്ച് മുന്നോട്ട് പോകുകയാണ്. ഈ വർഷം നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ സുദിനം കൂടിയാണ്. സെൻട്രൽ കേരള സഹോദയ മത്സരത്തിൽ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൂടി നേടി ഒരു പുതിയ ഏടുവയ്പ് നമ്മുടെ കലാലയം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുഞ്ഞുങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതിൽ ഉപരി ജീവിതത്തിൽ സത്യനിഷ്ഠയോടുകൂടി വളരുന്നതിന് നിദാനമായി ഭവിക്കുന്ന വലിയൊരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കലാലയം കൊണ്ട് നാം എല്ലാവരും ഉദ്ദേശിക്കുന്നതും സമൂഹം വിഭാവനം ചെയ്യുന്നതും. അത് ഏതർത്ഥത്തിലാണെങ്കിലും അതിവിടെ സംജാതമാകുന്നു എന്നുള്ള വലിയ കൃതാർത്ഥത നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. നിങ്ങളോടൊപ്പം ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാനും അത് ഏറ്റുപറയാൻ ആഗ്രഹിക്കുകയാണ്. മക്കൾ നമ്മുടെ ഒരു സൂക്ഷിപ്പ് മുതലാണ്. നമ്മൾക്കാർക്കും പ്രത്യേകമായി നമ്മളുടേതായി നൽകപ്പെട്ടതല്ല. അതൊരു സൂക്ഷിപ്പ് മുതലാണ്. അതിനെ പരിരക്ഷിച്ച് കാത്ത് സംരക്ഷിച്ച് നല്ല പൗരന്മാരായി ഈ സമൂഹത്തിൽ ഇണക്കി വളർത്തുക എന്നുള്ളത് മാത്രമാണ് മാതാപിതാക്കളിൽ ഉത്തമമായിട്ടുള്ള ലക്ഷ്യവും അതാണ് നമ്മളുടെ ഉത്തരവാദിത്വവും. അപ്പം അതിന് ഇണങ്ങുന്ന രീതിയിൽ പരിശീലനം നൽകുന്ന ഒരു കലാലയം നമ്മുടെ ദേശത്ത് അനുഗ്രഹീതമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് നമുക്കറിയാം, കുഞ്ഞുങ്ങളെ വായിച്ചെടുക്കുവാൻ കഴിയും. കുഞ്ഞു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ വായിച്ചെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. കുഞ്ഞുങ്ങളെ വായിച്ചെടുത്ത് അവരെ നല്ല പാതയിൽ നയിക്കുവാനുള്ള സമയത്ത് മാതാപിതാക്കൾ അതിന് സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ തരുണത്തിൽ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും, നമ്മളെല്ലാവരും ഈ കുഞ്ഞുങ്ങളെ വായിച്ചെടുക്കുവാനുള്ള സമയം അത് ജീവിതത്തിൻ്റെ എത്രയധികം യാന്ത്രികമായിട്ട് മുന്നോട്ട് പോകുന്ന കാലയളവിലാണെങ്കിലും ആ സമയം നമ്മൾ കണ്ടെത്തേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നത് കാക്കയെ കാട്ടിയാണെങ്കിൽ ഇന്ന് മൊബൈൽ കാട്ടിയാണ്. അത്രയധികം യാന്ത്രികമായി നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ
സ്വാഭാവികമായും അവിടെ നമ്മൾ പരിത്യജിക്കുന്നത് നാട്ടറിവുകളും നല്ല നിഷ്ഠകളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടി കൊടുക്കുക, പിണക്കം, ദേഷ്യഭാവം, ഇതിലൂടെയെല്ലാം ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിന് അനുചിതമായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ റോള് വലുതാണ്. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് സ്വാഭാവികമായും ലാളനകളും പരിലാളനകളും കൂടി വരുമ്പോൾ അവൻ യാത്ര ചെയ്യുന്നത് മറ്റൊരു ലോകത്തേക്കാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു കുഞ്ഞ് 11 മുതൽ 12 വരെ മാത്രമേ നമുക്ക് കുഞ്ഞിനൊപ്പം മാതാപിതാക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മളുടെ കയ്യിൽ അവൻ്റെ നിയന്ത്രണമില്ല. ടീനേജിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അതിൻ്റേതായ മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് അപകടം തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഉപരിയായി അവനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് 11-12 വയസ്സുവരെ നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ സശ്രദ്ധം നിരീക്ഷിക്കുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളുടേതായ ഒരു പങ്കാളിത്തമുണ്ടാകുകയും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സൃഷ്ടിച്ചെടുത്ത് ഒരു പോസിറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു വലിയ രൂപവും ഭാവവുമായി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റേണ്ടത് കാലത്തിന് അനുചിതമാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പങ്കുവെക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും മര്യാദയുടെയും ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിൽ നമ്മൾ ശിക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശിക്ഷണം എന്നുള്ളത് ഇന്ന് ചില നിയമത്തിൻ്റെ പരിധിയിലൊക്കെ പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് സ്കൂളിൽ എത്രമാത്രം പ്രാപ്യമാണ് എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും അത് കാലത്തിനനുചിതമായി ആവശ്യമാണ് എന്നുള്ള എൻ്റെ സ്വയം ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഗ്നിച്ചിറകുകൾ എന്ന അബ്ദുൽ കലാമിൻ്റെ പുസ്തകത്തിലെ ആ ഉള്ളടക്കം പോലെ വലിയ സ്വപ്നം നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ച് അവനെ വളർത്തേണ്ടതായിട്ടുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണിച്ച് അവനെ മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. നാം സ്വയം മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ചിന്തയെയും ചിന്താധാരയെയും എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സ്വപ്ന ലോകത്ത് നമ്മളെ വളർത്താതിരുന്നാൽ നിശ്ചയമായും അവിടെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെ പരിപൂർണതയിൽ എത്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഞാൻ സംസാരിച്ചു പോകുന്നില്ല. ഈ വേദി അതിനുള്ളതല്ല എന്നെനിക്കറിയാം. ഈ സ്കൂളിൽ PTA പ്രസിഡൻ്റായി കടന്നു വന്ന നാൾ മുതൽ ഈ എൻ്റെ രൂപവും ഭാവവും എൻ്റെ എല്ലാ രീതിയിലുമുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെയുമെല്ലാം ഈ സ്കൂളിലെ വൈദികരോടും അല്ലെങ്കിൽ ടീച്ചർമാരോടും ഒപ്പം പ്രവർത്തിക്കുമ്പോൾ അതിനെ കൂടി ക്രമപ്പെടുത്തുവാൻ എനിക്ക് ഈ സ്ഥാനവും ഇവിടെ ഉള്ള പ്രവർത്തനങ്ങളും സാധ്യമായിട്ടുണ്ട് എന്ന് കൃതാർത്ഥതയോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിക്ക് യോജിച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ ബഹുമാനപ്പെട്ട മാനേജറുടെ അർത്ഥഗർഭമായ മൗനത്തെ അനുമതിയായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടായി പറയുന്നു, ഞാൻ ഈ തരുണത്തിൽ ഇവിടെ ഒരു ജനപ്രതിനിധിയായി ജില്ലാ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സത്യപ്രതിജ്ഞയാണ് നാളെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഈ നാട്ടിൽ ഈ സ്ഥാപനത്തോടൊപ്പവും ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് വ്യക്തിപരമായി അറിയിക്കുകയും അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ചൂണ്ടിക്കാട്ടുവാൻ നിങ്ങൾ മുതിരണമെന്ന് അഭ്യർത്ഥിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആനിവേഴ്സറിക്ക് എല്ലാവിധ ഭാവുകളും അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ വൈദികരടക്കമുള്ള ടീച്ചർമാർ, മാനേജ്മെൻറ്റ്, ഡ്രൈവേഴ്സ് അടക്കമായവരടക്കം നമ്മളെ കുഞ്ഞുങ്ങളെ പരിലാളിക്കുന്നതിനും അവരെ വളർത്തുന്നതിനും വേണ്ടി എടുക്കുന്ന എല്ലാ ശ്രമഫലങ്ങളെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir.